വിശദമായ വാർത്തകളിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ പണം കൈപ്പറ്റിയെന്ന കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ വീണ വിജയനെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ അനുമതി നൽകി കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം. SFIO നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRL ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ആണ് ചേരുന്നത്. ബിനോയ്, 14 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 14 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം തന്നെ കുറ്റപത്ര സമർപ്പണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇനിയുള്ള വിചാരണ നടപടികൾക്ക് വീണ വിജയൻ നേരിടേണ്ടി വരും എന്നുള്ളതാണല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? തീർച്ചയായും ഇപ്പോൾ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ കുറ്റപത്രം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, അതായത് കമ്പനി കാര്യ മന്ത്രാലയത്തിന് മുന്നിലേക്ക് എത്തി അവർ അതിന് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വീണ ടി എന്ന് പറയുന്ന വീണ തെക്കണ്ടിയിൽ എന്തായാലും വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം 2.7 കോടി രൂപ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMRL നിന്നും സേവനം നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് തെളിവായി പറയുന്നത്. ഇതിന്റെ വിചാരണ കൃത്യമായി നടക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ഉണ്ടെന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്. ഇത് കൃത്യമായും വീണ കൈപ്പറ്റിയിരിക്കുന്നത് മാസപ്പടി തന്നെയാണെന്ന് SFIOയും വ്യക്തമാക്കുന്നു. സേവനം നൽകാതെയാണ് വീണ പ്രതിഫലം കൈപ്പറ്റിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. അത്തരത്തിൽ 2 കമ്പനികളിൽ നിന്നാണ് വീണ തെക്കണ്ടിയിൽ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഒന്ന് CMRL നിന്ന്, മറ്റൊന്ന് എംപവർ ക്യാപിറ്റൽസ് എന്ന കമ്പനിയിൽ നിന്നുമാണ് അവർ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഇത് രണ്ടും കൃത്യമായി SFIOയ്ക്ക് തെളിവുകൾ സഹിതം ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 2024 ജനുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട SFIO ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. അന്നും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് പാർട്ടി തന്നെ ഇടപെട്ടുകൊണ്ട് ആ ചർച്ചകളെല്ലാം തന്നെ ഒഴിവാക്കുകയായിരുന്നു. പാർട്ടി ഇടപെട്ടുകൊണ്ട് വീണ തെക്കണ്ടിയിൽ പാർട്ടി മെമ്പറല്ല എന്നുൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം തന്നെ വലിയ തരത്തിലൊരു തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ കേസ് വിചാരണയ്ക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേട് തന്നെയാണ് SFIO ഇതിനെ വിലയിരുത്തുന്നത്. കാരണം നൽകാത്ത സേവനത്തിന് തുക കൈപ്പറ്റുക എന്ന് പറയുന്നത് കള്ളപ്പണം സ്വീകരിക്കുന്നതിന് തുല്യമായ നടപടിയായിട്ടാണ് SFIOയുടെ വകുപ്പുകൾ തന്നെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ തലത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇത് വഴിവെക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് നീങ്ങും എന്നുറപ്പായിരിക്കുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ടത് എന്നാണ്, അല്ലെങ്കിൽ ഏത് കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള വിചാരണകൾ അല്ലെങ്കിൽ വിചാരണ നടപടികൾ എന്ന് തുടങ്ങും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഇനി കാര്യങ്ങൾ പുറത്തു വരേണ്ടത്. അതേസമയം ഇവിടെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് CMRL നിന്നും പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ SFIO ഒരു കുറ്റപത്രം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അല്ലെങ്കിൽ കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ വീണ തെക്കണ്ടിയിലിനെ വിചാരണ നടത്താനുള്ള അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിമാറും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2024 ജനുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട SFIO കേസെടുത്തത്. പിന്നീട് വീണ നേരിട്ട് ചെന്നൈയിലെ SFIOയുടെ ഓഫീസിലെത്തി അവർ മൊഴി നൽകിയിരുന്നു. മാത്രവുമല്ല, ഇതിനകത്ത് CMRLന്റെ ഉടമ എന്ന് പറയപ്പെടുന്ന കർത്ത ഉൾപ്പെടെ ഉള്ളവരെ പ്രതിയെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, 182 നൽകിയതായും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതിൽ നേരത്തെ പല നേതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് വലിയ തരത്തിൽ ചർച്ചയായില്ല. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു കേസായി കാര്യങ്ങൾ നീങ്ങുകയാണ്. കളിത ശരി ബിനോയ്, വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു നീക്കം കൂടിയാണ് SFIOയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ
SFIOയുടെ അന്വേഷണത്തെ മരവിപ്പിക്കണമെന്ന രീതിയിൽ CMR നൽകിയ ഹർജി അടക്കം ദില്ലി ഹൈക്കോടതി തള്ളിയിരുന്നു. അപ്പോൾ തന്നെ ഈ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ളൊരു അനുമാനം കൂടി നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. വലിയൊരു ക്രമക്കേട് തന്നെ ഉണ്ട് കുറ്റപത്രത്തിൽ വീണയ്ക്കെതിരെ എന്നുള്ളതും കൂടിയാണ്. വലിയ രീതിയിലുള്ള ആരോപണങ്ങളടക്കം കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം ഉള്ളത് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. D. ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.